ചൊവ്വയിലും ഇന്റർനെറ്റ് എത്താൻ പോവുകയാണോ? എങ്ങനെയാണ് എന്നല്ലേ നമുക്ക് നോക്കാം. പൂർത്തിയാകും മുമ്പേ ലോകത്തിന് അത്ഭുതമായിരിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് നെറ്റ്വർക്കാണ് സ്റ്റാർലിങ്ക്. അമേരിക്കൻ ശതകോടീശ്വരനും സ്പേസ് എക്സ് എന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനിയുടെ ഉടമയുമായ ഇലോൺ മസ്ക് ആണ് സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ശൃംഖലയുടെ ശില്പി. ഇതിൽ അവസാനിക്കുന്നില്ല മസ്കിന്റെ മാജിക് എന്നതാണ് പുതിയ വിവരം. ഭാവിയിലെ മനുഷ്യ കോളനിയായി ഭൂമിയിലെ ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്ന ചൊവ്വയിൽ സ്റ്റാർലിങ്ക് മാതൃകയിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് എത്തിക്കുന്നതാണ് മസ്കിന്റെ മനസ്സിലുള്ള അടുത്ത പദ്ധതി. മാസ് ലിങ്ക് എന്ന പേരിൽ തന്നെയുണ്ട് സ്പേസ് എക്സിന്റെയും ഇലോൺ മസ്കിന്റെയും പദ്ധതിയുടെ വിശദാംശം. ഭൂമിയിൽ നിന്ന് ഏറെ അകലെയുള്ള ചൊവ്വാഗ്രഹത്തിനെ ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹ നെറ്റ്വർക്ക് സ്ഥാപിക്കുകയാണ് മാസ് ലിങ്ക് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ശാസ്ത്രലോകം ഏറെ പര്യവേക്ഷണങ്ങൾ വിഭാവനം ചെയ്യുന്ന ചൊവ്വയിൽ ഇന്റർനെറ്റ് കണക്ഷനും വാർത്താവിനിമയ സംവിധാനവും ഒരുക്കുകയാണ് മാസ് ലിങ്കിലൂടെ മസ്ക് ലക്ഷ്യമിടുന്നത്. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാനുള്ള ആലോചന നാസയുടെ മേൽനോട്ടത്തിൽ നടന്ന മാസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം അനാലിസിസ് ഗ്രൂപ്പ് യോഗത്തിലാണ് സ്പേസ് എക്സ് അറിയിച്ചത്. ഭൂമിയിൽ നിലവിലുള്ള സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകളുടെ മാതൃകയിലായിരിക്കും സ്പേസ് എക്സ് ചൊവ്വയിൽ മാസ് ലിങ്ക് സ്ഥാപിക്കുക. ലോകമെമ്പാടും ആയിരക്കണക്കിന് കുഞ്ഞൻ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് എത്തിക്കുന്ന പദ്ധതിയാണ് സ്റ്റാർലിങ്ക്. ഇതിനകം 100-ലേറെ രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ലഭ്യമായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. സ്പേസ് എക്സിന്റെ മാസ് ലിങ്കിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ചൊവ്വയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആലോചനകൾ. ബ്ലൂ ഒറിജിനൽ, ലോക്ഹീഡ് മാർട്ടിൻ എന്നീ കമ്പനികളും താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ചൊവ്വ ദൗത്യങ്ങളിൽ സ്വകാര്യ കമ്പനികളുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് നാസ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.